തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡുകൾ ചെളിക്കുളമായി നിൽക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം അവതാളത്തിലായി എന്ന വിമർശനം അതിശക്തമായി കോർപ്പറേഷന് നേരെ ഉയരുകയാണ്. ആമഴിഞ്ചാൻ തോട്ടിൽ നിന്നെത്തിയ മലിനജലത്തിന്റെ ദുർഗന്ധം പ്രദേശത്ത് യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ്. പഴവങ്ങാടി റോഡിൽ നിന്ന് ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, എങ്ങനെ പോയാലും ജനങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. എത്ര പറഞ്ഞാലും ഈ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരം ലഭിക്കുന്നത്? ഇതിനൊരു പരിഹാരമാവുമോ? റിജിത്ത, ശ്രുതി, ഇന്നലെ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വരുന്ന റോഡിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ്. ഇന്നത്തെ അതിൻ്റെ സ്ഥിതിയാണ്. ആകെ അരമണിക്കൂർ പെയ്ത മഴയിലാണ് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ ചെളിക്കുളമായി മാറിയെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പഴവങ്ങാടി ഫോർട്ട് റോഡിലാണ്. പ്രധാനമായിട്ട് വിനോദസഞ്ചാരികളും ആഭ്യന്തര വിനോദസഞ്ചാരികളും ഒക്കെ എത്തുന്ന പ്രദേശമാണ്. മാത്രമല്ല ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്രത്തോളം ചെളിക്കുണ്ട് രൂപപ്പെട്ടതെന്നുള്ളതാണ്. നമുക്കിവിടെ ദുർഗന്ധം മൂലം നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നടക്കമുള്ള മാലിന്യമാണ് നിലവിൽ വന്ന് അടിയുകയും അങ്ങനെ ഇവിടെ ചെളിക്കുണ്ട് രൂപപ്പെടുകയും ചെയ്തത്. പല കടകളിലുമൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മാത്രമല്ല വീടുകളിലുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അത്രത്തോളം ബുദ്ധിമുട്ടും ദുരിതവുമൊക്കെയാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാകാറുള്ളത്. സാധാരണഗതിയിൽ ഇത്രത്തോളം ചെളിക്കുണ്ടോ അല്ലെങ്കിൽ റോഡിൽ ഇത്രത്തോളം മാലിന്യം അടിയുന്ന ഒരു സ്ഥിതിയൊന്നുമില്ല. നമ്മളിപ്പോൾ കാണുന്നത് പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ ഗോപുരമാണ്. അതിന് തൊട്ട് മുകളിലെ റോഡിലാണ് ഇത്തരത്തിൽ ഈ ചെളിക്കുണ്ട് രൂപപ്പെട്ടതാണ്. അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ. പ്രത്യേകിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കാൽനട യാത്രികരാണ് ഈ ബുദ്ധിമുട്ടിൽ ശരിക്കും വലയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റോഡിന്റെ വശങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. എല്ലാം ചെളിക്കുണ്ടാണ്. മാത്രമല്ല ഈ എക്കൽ മണ്ണും അതേപോലെ തന്നെ മാലിന്യവും വലിയ രീതിയിൽ തന്നെ അടിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴും മാറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് കരമാലിന്യങ്ങളടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മണ്ണോ ചെളിയോ മാറ്റാൻ ഇതുവരെയും നഗരസഭ തയ്യാറായിട്ടുമില്ല എന്നുള്ളതാണ്. അതായത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാത്തതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഇന്നലെ ആകെ 1 മണിക്കൂർ മാത്രം പെയ്ത മഴയിൽ. 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് മഴ പെയ്തത്. പക്ഷേ ആ ഒരു മഴയിൽ ഈ പഴവങ്ങാടി റോഡും ചാക്ക ഭാഗവും അടക്കം പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈ പ്രദേശത്തേക്ക് നിൽക്കാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥ കൂടി തിരുവനന്തപുരം നഗരത്തിലുണ്ട്. മാത്രമല്ല വലിയ ദുർഗന്ധമാണ്. ഒരു കാലത്ത് ജോയി വീണ സമയത്ത് ആ പ്രദേശത്ത് നിൽക്കാൻ പോലും പറ്റാത്തത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് തിരുവനന്തപുരം നഗരം കടന്നു പോകുന്നത്. മാത്രമല്ല മാനുവലായി തന്നെയാണ് ഈ മാലിന്യങ്ങൾ ഇപ്പോഴും നഗരസഭ ജീവനക്കാർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളികളും വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ പ്രദേശത്തേക്ക് വന്നടിയുന്ന മാലിന്യങ്ങൾ പലപ്പോഴും അവർ തന്നെ കൈകൊണ്ട് മാറ്റേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതും വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ നീക്കും. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പറയുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ഓപ്പറേഷൻ അനന്ത പോലെ ശക്തമായ വിപുലമായ ഒരു പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രതിസന്ധിക്ക് എങ്ങനെയെങ്കിലും ഒരു അയവുണ്ടാകുകയുള്ളൂ. പക്ഷേ അത്തരത്തിൽ വലിയ പദ്ധതികളിലേക്ക് കോർപ്പറേഷൻ നീങ്ങാത്തതുമൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. എന്തായാലും മഴക്കാലപൂർവ്വ ശുചീകരണം ഒരല്പം മുൻപേ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം മാലിന്യ കൂമ്പാരം ഉണ്ടാകില്ലായിരുന്നു. പലയിടങ്ങളിൽ നിന്നും ഓടയിൽ നിന്ന് അല്പാൽപമെങ്കിലും മാലിന്യമാണ് മാറ്റിയത്. പൂർണ്ണ തോതിൽ മാറ്റിയിട്ടില്ല. അതും വലിയ ഗതികേടിലേക്ക് ദുരിതത്തിലേക്ക് ഈ യാത്രികരെ നയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് തിരുവനന്തപുരത്തെ ഇന്നത്തെ അവസ്ഥ. ഇന്നലെ ആകെ പെയ്ത അരമണിക്കൂർ പെയ്ത മഴയിൽ ഇത്രത്തോളം മാലിന്യം അടിഞ്ഞുകൂടി. പല പ്രദേശങ്ങളിലെയും റോഡുകൾക്ക് സമാന സ്ഥിതിയുണ്ട്. പക്ഷേ ഏറ്റവും ദുരിതം ഈ പഴവങ്ങാടി റോഡിലാണെന്നുള്ളതാണ്. ഒരുപാട് തീർത്ഥാടകരടക്കം എത്തുന്ന റോഡാണ്. പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും പഴവങ്ങാടി ക്ഷേത്രത്തിലേക്കും ഒക്കെ എത്തുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അവർ നടന്നു പോകുന്ന വഴിക്ക് ആണ് ഈ വലിയ മാലിന്യ കൂമ്പാരവും അതുപോലെ തന്നെ ചെളിക്കുണ്ടുമൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടും ദുരിതവുമുണ്ട്. പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളുടെ സമയം കൂടിയാണ്. മഴക്കാലമായി പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയുണ്ട്. ആ സമയത്താണ് ഈ ആമയിഴഞ്ചാൻ തോട്ടിലുള്ള മാലിന്യം ഇത്രത്തോളം എക്കൽ മണ്ണും ചെളികളും ഒക്കെ അടിഞ്ഞുകൂടിയത്. ഇന്നലെ ഈ ആളുകൾ ഈ കടകളൊക്കെ വൃത്തിയാക്കുന്ന പണികളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ ബുദ്ധിമുട്ടാണ്. വീടിനുള്ളിൽ വെള്ളം കയറിയാലും അതേപോലെ കടയ്ക്കുള്ളിൽ വെള്ളം കയറിയാലും ഈ എക്കൽ മണ്ണും ചെളിയും നീക്കം ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ചേട്ടാ, പ്രദേശവാസിയാണോ? എന്താണ് എക്കൽ മണ്ണൊക്കെ വന്ന് അടിഞ്ഞ് വലിയ ബുദ്ധിമുട്ടുണ്ട്, വലിയ ദുർഗന്ധമുണ്ട്. ദുർഗന്ധമുണ്ട്. ഇതെല്ലാം അഴുക്ക സാധനങ്ങളാണ് ഈ കിടക്കുന്ന. അത്രയും ആളുകളുടെ മൂത്രവും തുപ്പലും അതും ഇതും എല്ലാം